കഴിഞ്ഞ ദിവസം ഒക്ടോബർ 15 വന്ന കുറച്ച് നോട്ടിഫിക്കേഷൻസിൽ ഡിഗ്രി ലെവൽ എലിജിബിൾ ആയിട്ടുള്ള ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ആണ്. 2 കാറ്റഗറി നമ്പറായിട്ട് നമുക്ക് അതിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്പെസിഫിക് കമ്പനി ബോർഡ്സിൻ്റെത് ഒരു കാറ്റഗറി ആയിട്ടും ബാക്കി കുറച്ച് കമ്പനി ബോർഡ്സിൻ്റെത് വേറൊരു കാറ്റഗറി നമ്പറിൽ 2 നോട്ടിഫിക്കേഷൻസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാറ്റഗറി നമ്പർ 382/2025. അപ്പോൾ ഇതിൽ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ വരുന്നത് നവംബർ 19-നാണ്. 19/11/2025. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കമ്പനി ബോർഡ്സ് എന്ന് പറയുന്നത് KSFE വരുന്നുണ്ട്, KSFE ഉണ്ട്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, കെൽട്രോൺ ഉണ്ട്, പിന്നെ കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, മലബാർ സിമെൻറ്റ്സ്, അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അങ്ങനെ കുറച്ച് നിങ്ങൾക്കിവിടെ വായിക്കാൻ ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ഇതേ ഫേംസിനകത്ത് നിങ്ങളുടെ പോസ്റ്റ് വരുന്നത് ജൂനിയർ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ കാഷ്യർ അസിസ്റ്റൻറ്റ്, ഗ്രേഡ് 2 ക്ലർക്ക്, ഗ്രേഡ് 1 ഇങ്ങനെ കുറച്ച് തസ്തികകളിലേക്ക് ആയിരിക്കും. ഏതാണോ കമ്പനി, കോർപ്പറേഷൻ അല്ലെങ്കിൽ ബോർഡ് നിങ്ങൾക്ക് സെലക്ട് ആകുന്നത് അവിടുത്തെ സ്കെയിൽ ഓഫ് പേ ആയിരിക്കും കൊടുക്കുക. അത് എല്ലാത്തിനും ഫിക്സ്ഡ് ആയിരിക്കില്ല. സാധാരണ ഒരു അസിസ്റ്റൻറ്റ് ലെവലിലുള്ള ഒരു ഏകദേശം നമുക്കൊരു സാലറി കിട്ടും, ചിലപ്പോൾ അതിനേക്കാളും കൂടുതലും കിട്ടാൻ സാധ്യതയുണ്ട് ബോർഡ് അല്ലെങ്കിൽ കമ്പനി മാറുന്നതനുസരിച്ച്. നമ്പർ ഓഫ് വേക്കൻസീസ് അതുകൊണ്ട് തന്നെ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മെത്തഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് ആണ്. ഏജ് ലിമിറ്റ് സാധാരണ 18-36 വരെ പറയുന്നത്. നമുക്ക് മുന്നേ സാധാരണ മിക്കതിന് വരുന്ന ഏജ് റിലാക്സേഷൻസും അവൈലബിൾ ആണ് ഫോർ OBC അതായത് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസും SC/ST കാൻഡിഡേറ്റ്സിനും ഏജ് റിലാക്സേഷൻ അവൈലബിൾ ആണ്. പിന്നെ ക്വാളിഫിക്കേഷൻസിലോട്ട് വരുമ്പോൾ ഇവർ കൊടുത്തിട്ടുള്ളത് മസ്റ്റ് പൊസസ് BA, BSc, BCom ആണ്, ഇല്ലെങ്കിൽ ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വലൻ്റ് ആണ്. അപ്പോൾ BA, BSc, BCom ആണ് ഫസ്റ്റ് പ്രിഫറൻസ്. എന്നാലും ഡിഗ്രി ഉള്ള എന്ത് ഡിഗ്രി ആണെങ്കിലും അത് BTech ഹോൾഡേഴ്സ് ആകാം, അല്ലെങ്കിൽ ഏതൊരു ഡിഗ്രി ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ ആസ് പെർ പല റൂൾസ് പ്രകാരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഓർഡർ പ്രകാരം ഡിഗ്രിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ഏതൊരു കോഴ്സാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിലും നിങ്ങൾക്കിതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാവും. സോ ഇതാണ് ഡീറ്റെയിൽസ് ഓഫ് ദ നോട്ടിഫിക്കേഷൻ. വേഗം തന്നെ അപ്ലൈ ചെയ്യുക. സാധാരണ ഒരു ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ഒരു സിലബസ് നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ മതിയുണ്ടാകും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, അങ്ങനെ നടന്ന എല്ലാ എക്സാംസിൻ്റെയും സിമിലർ ആയിട്ടുള്ളൊരു സിലബസ് തന്നെ ആയിരിക്കും. 2 എക്സാംസ് ഉണ്ടാകും, പ്രിലിംസും മെയിൻസും. ഓക്കെ, താങ്ക് യു.